നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. നാം ഇന്ന് കൈവിഷം സത്യമാണോ മിഥ്യയാണോ എന്നാണ് ഭക്തർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കൈവിഷം എന്ന് പറയുന്നത് സത്യമായ ഒരു കാരണമാണ്. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവിധ കഴിവോടുകൂടി, എല്ലാവിധ ബുദ്ധിയോടുകൂടി, എല്ലാവിധത്തിലുള്ള ഉന്നതികൾ എത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമിച്ച് ഉന്നതിയിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾക്ക് ഭക്ഷണപദാർത്ഥത്തിലൂടെയോ നമുക്കുള്ളിൽ കിട്ടുന്ന ആ വിഷാംശങ്ങളാണ് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കഴിവുകളിൽ നിന്നും നമ്മളെ ഇരുട്ടുള്ള അന്ധകാരം നിറഞ്ഞ മുറിയിലേക്ക് നമ്മളെ തള്ളിവിട്ട് നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന ഒന്നാണ് കൈവിഷം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെ നമ്മളുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാൻ പാടില്ല. ശുദ്ധജലമാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഈ കൈവിഷം, ബാധാതിദോഷം, കൈവിഷം, ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തരുമ്പോൾ നമ്മുടെ വിദ്യ സ്ഥാനത്ത് വരാതെ അസ്ഥാനത്ത് കൊണ്ട് വിദ്യ നിന്ന് പോകുന്നു. തൊഴിൽ ചെയ്യുന്ന നല്ല മാന്യമായ തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ നഷ്ടപ്പെടുന്നു. നമ്മളുടെ എല്ലാ മേഖലകളും തകർത്ത് കളയുവാൻ വേണ്ടി ഏറ്റവും ശക്തമായ ഒന്നാണ് കൈവിഷം. അതുകൊണ്ട് അത്തരത്തിലുള്ള കൈവിഷ കർമ്മദോഷങ്ങൾ നമ്മുടെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ വന്ന് നമിച്ച് ഭദ്രവിളക്കമ്മയുടെ പാദത്തിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്ത് ജീവിതത്തിൽ നല്ല ഉയർച്ചകളിലെത്തുവാൻ അമ്മ സഹായിക്കട്ടെ. ഓം ഭദ്രവിളക്കമ്മയെ ശരണം.